ഇവരാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്നത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സായി ഇത് വലിയ കറി വന്നാട്ടോ സത്യം പറഞ്ഞാൽ നമ്മളെ കൽബ് മൂവി ഷൂട്ട് ചെയ്ത്. അപ്പോൾ ഇന്ന് January 2 ഇന്ന് എന്താന്ന് വെച്ചാൽ ഇന്ന് സിജോന്റെ മധുരം വെപ്പാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ മുന്നത്തിൽ കാണിച്ച പോലെ ഈ ഒരു റിസോർട്ടിലാണ് വന്നിരിക്കുന്നത്. ആലപ്പുഴയിലെ റിസോർട്ട് സിജോയാണ് സെറ്റാക്കിയത്. അപ്പം നമ്മളിന്ന് രാവിലെ എണീച്ചിട്ട് സിനിമയ്ക്ക് പോവാണ്. ഐഡൻറ്റിറ്റി പറഞ്ഞ സിനിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ നിങ്ങൾ റിസോർട്ടിൻ്റെ രാത്രി വ്യൂ അല്ലേ കണ്ടിട്ടുള്ളത്, ഇതിൻ്റെ പകൽ വ്യൂ ആണ്. അവിടെ ബാക്കിൽ ഫുള്ള് പാടാണ്. ഇത് ഇവിടെ നമ്മൾ രാത്രി കണ്ട സ്ഥലം. ഇവിടെ ഫുള്ള് പാടത്ത് വെള്ളം കയറ്റി വെച്ചിട്ടുണ്ട്. അവിടെ കുറേ കുറ്റികളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട്. പച്ചപ്പൊക്കെയുള്ള അടിപൊളി സാധനങ്ങൾ പച്ചപ്പായിട്ട് വെച്ച് രാത്രി ആകുമ്പോൾ ലൈറ്റൊക്കെ വെച്ച് നല്ല വൈബാണ് ഇവിടെ. അപ്പോൾ നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടെ. ഏകദേശം 9 മണി 10 മണിക്കാണ് സിനിമ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സിനിമയ്ക്ക് പോകണം. എന്നിട്ട് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. പാർലറിൽ പോയിട്ട് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കണം. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് നേരെ സിജോൻ്റെ അവിടേക്ക് പോകണം. അതിനുള്ളിൽ നമ്മളിവിടെ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ സമയം കിട്ടിയിട്ടില്ല. ഇതൊക്കെ വന്നിട്ട് ഇനി സാവകാശം ചെയ്യാം. റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉള്ളത് നമ്മുടെ സ്വന്തം കായലാണ്. കായൽ ഇവിടെ ഹൗസ് ബോട്ട് ഉണ്ട്. ഇവരുടെ തന്നെ ഹൗസ് ബോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ പ്രോപ്പർട്ടിയിൽ. എനിക്ക് കാണാം ഇവിടെ നല്ല അടിപൊളി പച്ചപ്പ്, അടിപൊളി സ്ഥലം. അപ്പോൾ ഇത് നമ്മുടെ രാവിലത്തെ ഒരു വൈബാണ്. നല്ല അടിപൊളി കായൽ, കുറച്ച് ഇടുങ്ങിയ റോഡാണ് എന്നാലും നല്ല അടിപൊളി. ഇവിടെ കുറേ എന്താ പറയുക ഹൗസ് ബോട്ടുകളൊക്കെ അവിടെ ഇങ്ങനെ നങ്കൂരമായി ഇരിക്കരേ പറഞ്ഞ പാട്ടൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. മൂവിങ് ഹൗസ് ബോട്ട്സ് നല്ല ഇടല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഹോട്ടൽ ബ്രദേഴ്സിലാണ്. അവർ സജസ്റ്റ് ചെയ്തൊരു ഹോട്ടലാണ്. സിജോയും വിനുബ്രോവും നല്ല സൂപ്പർ ഹോട്ടലാണെന്ന് കേട്ടിട്ടുണ്ട്. കിടിലൻ ഫുഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലത്തെ ഫുഡ് ഇനിയിപ്പോൾ ഇവിടുന്ന് കഴിക്കാം. നല്ല ആലപ്പുഴ വൈബ്, അടിപൊളി വൈബാണ് എന്തായാലും. അപ്പം നമ്മുടെ ഫുഡ് വന്നിട്ട് ചിരട്ടപ്പുട്ട്, ചായ, കാപ്പി, ഒരു മുട്ട റോസ്റ്റ്, ഇനി മട്ടൻ ചാപ്സ് വരാണ്ട്. കഴിച്ചോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. ഈ ബ്രദേഴ്സിൽ വന്നിട്ട് ഇവർ എഴുതിയ ഒരു കുറിപ്പാണ്. അപ്പോൾ നമ്മൾ ബ്രദേഴ്സിൽ നിന്ന് ഫുഡ് കഴിച്ചത് കറക്റ്റ് പറഞ്ഞ പോലെ 1973 പണ്ടുണ്ടായ ഒരു ഹോട്ടലാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഫുഡ് നല്ല രസമുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പോകുന്നത് സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. എന്താ AECO അല്ലേ? AECO AES തോന്നുന്നുണ്ട് തിയേറ്ററിൻ്റെ പേര്. ആലപ്പുഴ. എനിക്ക് ആലപ്പുഴ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം എന്താ അറിയില്ല, ഭയങ്കര ഒരു നാടൻ, എനിക്കൊരു ഭയങ്കര നാടൻ ഫീലൊക്കെ തോന്നുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ. ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. ആകെ ഒരു പ്രശ്നം ഞാൻ കണ്ടത് മഴ പെയ്ത വെള്ളം കയറുന്ന സ്ഥലമാണെന്നുള്ള ഒരു ഇത് മാത്രമല്ല, അല്ലാതെ വേറെ സീനൊന്നുമില്ല. കണ്ട നല്ല വൈബുള്ള സ്ഥലം, നല്ല ടൂറിസ്റ്റ്, നല്ല കറക്റ്റ് ടൂറിസത്തിന് പറ്റിയ സ്ഥലമാണ് ശരിക്കും എനിക്ക് തോന്നി. അങ്ങനെയാണ് കടകളും. AEC നമ്മൾ വരുമ്പോൾ കണ്ടിരുന്നു. അപ്പോൾ നമ്മളിനി എവിടെ ഷോപ്പ്, കുഞ്ഞു കുഞ്ഞു കടകൾ കുറേ ഉണ്ട്. നല്ല രസമായിട്ടുണ്ട്. ആലപ്പുഴ ടൗണിൽ വന്നപ്പോൾ പിന്നെ ഇവിടെ കുറേ കാണുന്ന വിദേശികളാട്ടോ. വിദേശികൾ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. അവരൊക്കെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെയാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലം തോന്നുന്നു. നമുക്കിങ്ങനെ ഇത് മുല്ലക്കലാണ്. നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ വൈബൊക്കെ അടിച്ച് നടന്നു പോകാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലങ്ങളാണ്. AEC സിനിമാസ്. നമ്മുടെ ഒരു പടം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. AEC സിനിമാസ് കേട്ടോ, AES അല്ല, AEC. അപ്പം നമ്മൾ മൂവിയൊക്കെ കണ്ടു ഇറങ്ങിയിട്ടുണ്ട്. ഇനി സായിൻ്റെ ചാനലിൽ മൂവി റിവ്യൂ ഉണ്ടാവും, ഐഡൻറ്റിറ്റി. എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഡയലോഗ് പറയണമെങ്കിൽ ഒരു പെർഫെക്റ്റ് ഫിലിം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോട്ടെ കേട്ടോ.
നമ്മൾ നല്ലൊരു ഷാപ്പ് കറി ഒരു കടയാക്കി മാറ്റിയ ഇതാണ്. നല്ല നല്ല വൈബിലൊക്കെ ഇവിടെ ഫുള്ള് നല്ല വൈബ് കേട്ടോ. സത്യം പറഞ്ഞാൽ ആലപ്പുഴയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നവാസ് ബ്രോ ആണ് ഇവിടെ ഉള്ളത്. അവരാണ് നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അവിടെ ഭയങ്കര തിരക്കാണ്. സീറ്റ് സെറ്റ് ആവണവരെ നമ്മളിവിടെ വീട്ടിലേക്കാണ്. അപ്പം നമ്മുടെ നവാസ് ബ്രോ, വിനു ബ്രോ അല്ലേ? അതെ, നാടൻ ഫുഡ്. വീട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണിത്. നല്ല രസമുണ്ട്. TV വെച്ചിരിക്കുന്നൊരു സ്റ്റാൻഡ്. അപ്പോൾ നമ്മളെ ഫുഡ് ഇതാണ്. മീൻ സ്പെഷ്യൽ. ഇതാണ് നമ്മുടെ നവാസ് ബ്രോ, വിനു ബ്രോ, സായി ബ്രോ. ഫുഡ് കഴിക്കട്ടെ. കൂന്തള്, കരിമീൻ. ഇവിടെ ഫുള്ള് വ്ളോഗേഴ്സ് കേട്ടോ. ഫേമസ് വ്ളോഗേഴ്സ്. ആലപ്പുഴയുടെ സ്വന്തം വ്ളോഗേഴ്സ്. എന്തായാലും ഫുഡ് ബ്ലോഗും നിങ്ങൾക്ക് സെറ്റ് ആക്കല്ലേ? സെറ്റ് ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോ കണ്ടു കൊറേ ആൾക്കാർ വന്നു. നമ്മള് നേരത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഹോട്ടലിന് പുറത്ത് സ്റ്റേ. അതെ, ഇവിടെ ഈ വീടിന്റെ പുറത്ത് നല്ല വൈബില്. അപ്പൊ നമ്മുടെ ഒരു ഇതും സെറ്റ് ആയിട്ടുണ്ട്. വാള ഇവരാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്നത്. രമ്യ അച്ഛനുമാണ്. സുഭാഷ് ഹോട്ടൽ എന്നാണ്, ചുങ്കം ഈസ്റ്റ് ആലപ്പുഴ. ഇതാണ് ഹോട്ടൽ. നല്ല അടിപൊളി ഫുഡാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാ അവിടെ ഒരു അച്ഛൻ്റെ അവിടെ കാണും. ഇവർ 50 കൊല്ലമായിട്ട് തുടങ്ങിയ ഒരു ഹോട്ടലാണ്. കല്ല് ഷാപ്പായിരുന്നു, അത് മാറ്റി ഇപ്പോൾ ഒരു ഹോട്ടലാക്കിയതാണ്. പഴയ ഒരു കട വൈബാണ്. കുഞ്ഞു കടകൾ. പണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ ഇത് കുറവാണ് ഇങ്ങനെയൊക്കെ കടകളൊക്കെ. സെൻട്രൽ ഫ്രഷാണ് വാങ്ങാൻ വന്നിരിക്കുന്നത് വിനു ബ്രോ. അല്ലെ നമ്മുടെ പഴയ ഒരു ഓർമ്മകൾ. സെൻട്രൽ ഫ്രഷൊക്കെ അല്ലേ? ഇപ്പോഴും കഴിക്കാറുണ്ടോ? ഞാൻ കഴിക്കാറില്ല. എനിക്ക് നമ്മൾ അവിടെ പോയിട്ട് ഇപ്പോൾ നിന്ന റിസോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. ഇപ്പോൾ നിന്ന റിസോർട്ടിന്റെ പേര് അവിടെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല റിസോർട്ടാ. അതെ, ചെക്കന്മാരായിട്ട് മാത്രം വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഫാമിലി ആയിട്ട് വന്നാലും നിൽക്കാൻ പറ്റും. സ്നേഹം പോലെയുള്ള ബാത്റൂം ജീവികൾക്ക് അങ്ങനെയൊന്നുമില്ല. കുഞ്ഞി ബാത്റൂമാണ്. അപ്പൊ എനിക്ക് തിരിഞ്ഞു പറഞ്ഞിരിക്കുന്ന സ്ഥലമില്ല. ബാച്ചിലേഴ്സിന് നല്ല സൗകര്യമുള്ള സ്ഥലമാണ് കേട്ടോ. ബാച്ചിലേഴ്സിന് നല്ല അടിപൊളി സ്റ്റേ ആണ്. നല്ല വ്യൂ ആണ്. നല്ല അടിപൊളി ലൈറ്റിംഗ് ആണ്. നല്ല സൂപ്പർ സെറ്റപ്പ് ആണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെക്കൗട്ട് ചെയ്തു. ബാച്ചിലേഴ്സ് നിന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രൊഫഷണൽ ആയിട്ടല്ല, ബാച്ചിലേഴ്സിനൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ ഇനി പോകാൻ പോകുന്നത് പഗോഡ റിസോർട്ട്. അപ്പോൾ നമ്മൾ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പൈസ കൊടുത്ത് സെറ്റ് ആക്കിയിട്ട് നമ്മൾ നേരെ ചെക്ക് ഇൻ ചെയ്യാത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ 2 ദിവസത്തെ സ്റ്റേ പഗോഡ റിസോർട്ടാണ്. നല്ല 3 ദിവസം. അപ്പോൾ നല്ല അടിപൊളി ആംബിയൻസ് ആണ്. അവിടെയൊക്കെ നമുക്ക് ആവശ്യങ്ങളുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നമുക്കിനി അതിൻ്റെ പഗോഡയിലെ വ്യൂ. ഇവിടെ പഗോഡ റിസോർട്ട് എത്തിയിട്ടുണ്ട്. എന്താ ബ്ലറായി കിടക്കുന്നത്? ഇതാണ് നമ്മൾ ഇനി 3 ദിവസം സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ട്. പഗോഡ റിസോർട്ട്. നിങ്ങൾ വിചാരിക്കും ഇതാണ് ഇവിടുത്തെ റിസോർട്ട് എന്ന്. പക്ഷേ ഞങ്ങൾ നിൽക്കാൻ പോകുന്നത് ഇവിടെയല്ല. നമ്മൾ ഇവിടെയുള്ള കുറേ കോട്ടേജുകളാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇവിടെ കുറേ കോട്ടേജുകളുണ്ട്. അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് കോട്ടേജിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ അവിടെ കുറേ ഇതുണ്ട് കേട്ടോ. ഗിനിക്കോഴി എന്തായാലും പറയാ എന്തോ സംഭവം ഉണ്ട്. അപ്പോൾ നമ്മൾ റിസോർട്ടാണിത്. അപ്പോൾ കൂടെ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് വരികയാണ്. നല്ല അടിപൊളിയായിട്ട് ഇവിടെ നമുക്ക് ഫോട്ടോ വീഡിയോ എടുത്ത് തകർക്കാൻ പറ്റിയ സ്ഥലമാണ്. എന്തായാലും കുട്ടികൾക്ക് കളിക്കാൻ പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് റിസോർട്ട്. ബട്ട് നമ്മൾ നിൽക്കാൻ പോകുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഹട്ടിലാണ്. ഇതാണ് വഴി. അടിപൊളിയാണ്. എന്തായാലും ഞങ്ങൾ ജസ്റ്റ് നേരത്തെ വന്ന് കണ്ടു പോകുന്നതാണ്.
വീഡിയോ ഫോട്ടോ റീലൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ സ്ഥലമാണ്. സായി മുന്നിൽ പോകുന്നുണ്ട്. ഇവിടെ ഒരു പൂളൊക്കെ ഉണ്ട്. നമ്മളെ റിസോർട്ട് ഇതാണ് റൂം. നമ്മുടെ റിസോർട്ടിൻ്റെ ഇതൊരു കോട്ടേജിൻ്റെ റൂമാണ്. നല്ല സ്പേഷ്യസ് ആണ് ഇവിടെ അല്ലേ? എങ്ങനെയുണ്ട് റൂം? അടിപൊളിയല്ലേ? ഇതാ ഞാൻ, എൻ്റെ കയ്യിൽ ഫുള്ള് സാധനങ്ങളാണ്. അയ്യോ ഇനി കുറച്ച് ഒരുങ്ങാണ്ട് ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ റൂമൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റൂം. നല്ല അടിപൊളി റൂമാണ് എന്തായാലും. സായി ഇവിടെ കിടന്നു. ഇവിടെ ആലപ്പുഴയിൽ വരുന്നവരൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന്, മീൻസ് നല്ല സെലിബ്രിറ്റീസ് സിനിമക്കാരൊക്കെ ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്യുന്നതാണ് ഞങ്ങളുടെ കൂടെ വന്ന നവാസ് ഒക്കെ പറഞ്ഞത്. അപ്പോൾ നല്ല അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഞാനൊന്ന് പോയി ഒരുങ്ങട്ടെ. നമ്മൾ സാരി ഡ്രീപ്പിങ്ങും ഹെയർ സെറ്റിങ്ങും വേറെ ആളെ ഏൽപ്പിക്കുക ചെയ്ത്. അപ്പോൾ ഞാൻ മേക്കപ്പ് അവിടെ ചെന്നിട്ട് ഇനി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. ഞാൻ സാരി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇതാ ചേച്ചി അല്ല വീഡിയോ ആണ്. അപ്പോൾ ആലപ്പുഴയിലെ സുനില ചേച്ചി വലിയ സംഭവം തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഞാനിത് ഫുള്ള് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ഒരു സാരി കാണിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് മെർമെയ്ഡ് ടൈപ്പ് ഒന്ന് ഉടുത്തു നോക്കാം, സെറ്റാവും എന്നൊക്കെ. ചേച്ചിക്ക് 20 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ആലപ്പുഴയിൽ വരുന്നവർക്ക് നമുക്ക് അടിപൊളിയാണ്. നമ്മുടെ പാരീസ് ബ്യൂട്ടി പാർലറാണ് ആലപ്പുഴയിൽ. അപ്പോൾ ചേച്ചി കുറേ കാലമായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാം. മേക്കപ്പ് ചെയ്തൊന്നു, കണ്ണ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹെയറും കൂടി സെറ്റ് ചെയ്യാം. ഫുള്ളായില്ലേ അല്ലേ ചേച്ചി? അതെ സൂപ്പറാക്കി തരും. അതെ ചേച്ചി എനിക്ക് ഉറപ്പും തന്നിട്ടുണ്ട്. ചേച്ചി നല്ല സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുനില ചേച്ചിയാണ് ആലപ്പുഴയിൽ നിന്ന്. ചേച്ചി വരും അടുത്തേക്ക് വരും. ഇപ്പോൾ ഇത് നോക്കി നോക്കൂ എൻ്റെ മേക്കപ്പ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് വന്നല്ല. ഞാൻ ഇതിന് മുന്നേ വീഡിയോ വ്ളോഗിൽ പറഞ്ഞു ഞാൻ എനിക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം, സാരി ഡ്രൈപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കണ്ണിൻ്റെ മേക്കപ്പ് ഒക്കെ നോക്കും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ചേച്ചി. എനിക്ക് നല്ലത് ചേച്ചിയാണ് വന്ന് ചെയ്താൽ ചെയ്തുതരാം, അടിപൊളിയായിട്ട് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ ഇത് ചെയ്തു, പൊട്ടിട്ടന്നു. പിന്നെ അതാ ഈ കമ്മലും ഈ ഡ്രസ്സ് നല്ല മാച്ച് ആക്കിയിട്ടുണ്ട് എന്തായാലും ചേച്ചി. നമ്മുടെ സുനില ചേച്ചി ആലപ്പുഴയിലെ എവിടെ കറക്റ്റ് സ്ഥലം പറഞ്ഞുതരൂ? ആലപ്പുഴ ബീച്ചിനടുത്ത്. ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് പാരീസ് ബ്യൂട്ടി പാർലർ. അപ്പൊ ചേച്ചിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്ര അടിപൊളിയായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് സാരി കൊടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിത് തന്നെ അഴിക്കണില്ല, ഞാൻ ഇവിടെ തന്നെ വെച്ചിരിക്കും. അതെ ഞാൻ പറഞ്ഞു എനിക്ക് 1 ലെയർ ഇട്ടാൽ മതി, സിമ്പിൾ ആയിട്ട് മതി പറഞ്ഞു. അപ്പൊ ചേച്ചി നമുക്ക് മെർമെയ്ഡ് സ്റ്റൈൽ നോക്കാം. അങ്ങനെയാണ് ഇതുണ്ടോ, ഇത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ കുറെ ഫോട്ടോസ് എടുത്ത് ഞാൻ മരിക്കും സത്യം പറഞ്ഞത്. അതെ ഉണ്ടോ കണ്ണിന്റെ ഐ മേക്കപ്പ് ഇതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് മുടിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇപ്പൊ എന്റെ ബാക്കിൽ നോക്കിയപ്പോ ബാക്കിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഷേപ്പിൽ എന്റെ ബോഡി വെക്കുന്നുണ്ട്, നല്ല രസമായിട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു മെർമെയ്ഡ് സ്റ്റൈല് അതെന്റെ എനിക്ക് നല്ല ചേരുന്നുണ്ട് ചേച്ചി വന്നു. അപ്പൊ ആലപ്പുഴയില് ഇനി നിങ്ങൾ അത് ടെൻഷൻ അടിക്കണ്ട. ഞാൻ സത്യം പറഞ്ഞ ചേച്ചിയോട് പറഞ്ഞു സാധാരണ എല്ലാവരും കൊച്ചിയിൽ നിന്ന് മേക്കപ്പ് ചെയ്തിട്ടാണ് വരിക എന്ന് പറഞ്ഞു. പക്ഷെ ആലപ്പുഴയിൽ വന്ന് ഇനി ആരും തരേണ്ട കാര്യമില്ല. പാരീസ് ബ്യൂട്ടി പാർലർ, ബീച്ച് സൈഡിലുള്ള പാരീസ് ബ്യൂട്ടി പാർലറിൽ ചേച്ചി ഈ ആർക്കെങ്കിലും ആവശ്യമെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എന്തായാലും നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. എന്തായാലും ചേച്ചി അടിപൊളി. ഞാൻ ഇത്രയും നല്ല ഹാപ്പി ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സൂപ്പർ ആയിട്ടാണ് ചേച്ചി ചെയ്തത്. അത് നിങ്ങൾക്ക് എന്റെ ഫേസിലും എന്റെ ബോഡി ലാംഗ്വേജിലും എന്റെ ഹെയറിലും എല്ലാത്തിനും സത്യമായിട്ടും കാണാം. നല്ല സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. എടുത്തു കൊടുത്തടാ മെർമെയ്ഡില് നമ്മുടെ ഇതിൽ എടുക്കുന്ന പോലെ എന്തെങ്കിലും എടുത്തു കൊടുത്തത്. അപ്പോൾ നമ്മളുടെ ഫോണും നല്ല അടിപൊളി ഫോണാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സൂപ്പർ ആയിട്ടുണ്ട്. എന്താ ഞാൻ അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ. സത്യമായിട്ട് പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചേച്ചിന്റെ സംസാരം. എനിക്ക് ഭയങ്കര സംസാരം ഇഷ്ടപ്പെട്ടു. ഞാൻ ലിനുവിനോട് പറയും ലിനുവിന് എങ്ങോട്ട് പോയത് ഇനി ആലപ്പുഴയിൽ ഇനി ആലപ്പുഴയിലാണ്. അപ്പൊ ആലപ്പുഴക്കരിക്ക് ഇനി ലിനുവിന് ഞാൻ സജസ്റ്റ് ചെയ്യട്ടോ. ഈ ലിനുവാണ് എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ലിനു മേക്കപ്പ് ചെയ്തു. പക്ഷെ ലിനുവിനെ എനിക്കറിയത്തില്ല സിജോടെ വയസ്സായിരുന്നു. പക്ഷെ മോള് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കോണ്ടാക്ട് ചെയ്യുന്നത്. ഞാൻ അന്ന് ഈ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞില്ല.
അപ്പം സിജോ പറഞ്ഞു, സിജോ എന്ന് പറഞ്ഞപ്പോ ഞാനൊരു സിജോ. ഞാനും അതേപോലെ ചേച്ചിയോട് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ജസ്റ്റ് ചേച്ചിക്ക് എന്നെ മനസ്സിലായതില്ല, ഞാൻ ഇവിടെ വന്ന് പറഞ്ഞപ്പോഴാണ് ചേച്ചിക്ക് മനസ്സിലായത്. അപ്പൊ ചേച്ചിക്ക് എന്നെ നല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്ന് കണ്ടു മോളുടെ ഷോ എന്ന് ഞാൻ കണ്ടിരുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ നാളെ എനിക്ക് ഒരു മേക്കപ്പ് ഉണ്ട്, ചേച്ചിന്റെ കൂടെ സെറ്റ് ആക്കിയാലും നല്ലിക്കുണ്ട്, നമുക്ക് നോക്കാം എന്തായാലും. അപ്പൊ ഇന്നത്തെ ഡേ നല്ല അടിപൊളിന്റെ കുറച്ച് വിഷ്വൽസ് സിജോന്റെ അവിടെ പോയിട്ടുള്ള വിഷ്വൽസ് പിന്നെ കാണിച്ചുതരാം. ഇങ്ങനെ എടുത്തേക്കണേ നീളത്തിലേക്ക് താഴ്ന്നപ്പോൾ അങ്ങനെ ജസ്റ്റ് എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചിരിച്ചു. കണ്ണടിച്ചിടാ എന്നിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് തിരിച്ചിടാം. ഓക്കെ നമ്മള് അടിപൊളി ഒരു ചെക്കന് പെണ്ണുണ്ട്, നല്ല അടിപൊളിയുണ്ട്, നല്ല സൂപ്പറായിട്ട്. ലിജോണി ലിനുവിനെ അവിടെ ആകെ പൊതിഞ്ഞ് കിടക്കുന്നുണ്ട്, പൊതിഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ ചേട്ടാ, പൊതിഞ്ഞ് ആകെ കൂടെ എല്ലാം പൊതിഞ്ഞിട്ടുണ്ട്. സിജോ, ലിനു, ഇപ്പത്ത് സായി. ലിനുവിനെ കൊണ്ട് ഫുൾ ഫോട്ടോഷൂട്ട് നടത്തുന്നത്. ഇതാണ് ലിനുവിന്റെ മേക്ക് ഓവർ. നമ്മള് സിജോന്റെ മധുരം വെപ്പൊക്കെ കണ്ട് നിൽക്കാണ്. പെണ്ണിനെ ഇവിടെ ആരും വിളിച്ചിട്ടില്ല. മധുരം ഞങ്ങൾ ചെക്കൻ്റെ സൈഡിൽ നിന്നാണ്, ചെക്കൻ്റെ സൈഡിൽ നിന്നാണ്. നാളെ പെണ്ണിന്റെ സൈഡ്, അതെ നാളെ നമ്മള് പെണ്ണിന്റെ സൈഡാണ്, ഇന്ന് ചെക്കൻ്റെ സൈഡാണ് കേട്ടോ. നമ്മള് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ പോവാണ്. ഇതാ ഇവിടെ സ്റ്റേജില് ലിനു എന്തിനാ ഇവിടെ വന്നെന്ന് അറിയില്ല. ലിനുവിനോട് ചോദിച്ചു നോക്കണം. ആണിൻ്റെ മധുരം വെപ്പായിരുന്നത്, ചെക്കൻ്റെ മധുരം വെപ്പിൻ്റെ പെണ്ണ് വന്നിട്ടുണ്ട്. ഇതിനോട് ഞങ്ങൾ ചോദിച്ചത്. അപ്പം നമ്മൾ ഇനി അതിൻ്റെ മേക്കപ്പ് ഒക്കെ ആകെ ഒലിച്ചു. പക്ഷേ മേക്കപ്പ് ഒക്കെ നല്ല സൂപ്പർ ചെയ്തിട്ടാണ് ചെയ്തത്. ഇത് ഞാൻ എറണാകുളത്ത് നിന്ന് വാങ്ങിയതായിരുന്നു. നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും എനിക്ക് നല്ല ലുക്ക്, ഈ ബ്ലൂ കളർ എനിക്ക് നല്ല രസമുണ്ട്. എനിക്ക് നല്ല രസം തോന്നിയിട്ടുണ്ട്. എന്നിട്ട് വീഡിയോ ഒന്ന് ഇത് ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ നാളെ ലിനുവിൻ്റെ സൈഡിലെ മധുരം വെപ്പാണ്. അപ്പം നമുക്കിനി ആ പ്രോഗ്രാമിനെ കാണാം. നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം അടിപൊളിയായി. ഇത് വലിയ വന്നാട്ടോ. സത്യം പറഞ്ഞാൽ ചെക്കൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ വന്നിട്ട് ഇവിടെ പെണ്ണിനെ ഞങ്ങൾ കണ്ടു. സാധാരണ പെണ്ണി വരാറില്ല. നല്ല സാരില്ല, നമ്മുടെ ലിനു അല്ലേ, നമുക്ക് സാരിലെ ഫോട്ടോ ക്ഷമിക്കാം എന്തായാലും. അപ്പോൾ ലിനു സജസ്റ്റ് ചെയ്ത മേക്കപ്പ് സെന്റർ ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല മേക്കപ്പ് ഒന്നും ഇല്ലേ. ലിനു അടിപൊളിയുണ്ട് കേട്ടോ, ലിനു സൂപ്പറായിട്ട് എന്തായാലും അടിപൊളിയായിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പറായിട്ട്. അപ്പോൾ ഇനി അപ്പോൾ ഡ്രസ്സ് എവിടെ നിന്നാണ് വാങ്ങിയത്? ചങ്ങന എൻ്റെ ഫോൺ കോൾ ഉണ്ടോ? അല്ല കുഴപ്പമില്ല, അത് കട്ട് ചെയ്തുണ്ട്. ചങ്ങനാശ്ശേരിയിലുള്ള മന്ത്ര ഡിസൈൻസ്. അപ്പോൾ ചങ്ങനാശ്ശേരിയിലുള്ളവർക്ക് നല്ല അടിപൊളിയായിട്ട് വെക്കാം. നമുക്ക് നല്ല അടിപൊളിയായിട്ടല്ലേ, നല്ല അടിപൊളി നല്ല രസം. ഓരോ ദിവസം ഓരോ ഹെയർ സ്റ്റൈലാണ്. ഈ നാളെ വേറെ ഹെയർ സ്റ്റൈലല്ലേ, ഈ നാളെ വേറെ ഹെയർ സ്റ്റൈൽ വേറെ മേക്കും. അപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞു. ഇനി വെറും ഇന്നും നാളെ രണ്ട് രാത്രികൾ. അതായത് ഇന്നത്തോടെ കഴിഞ്ഞ് നാളെ ഒരു രാത്രികളുള്ളത്. അത് കഴിഞ്ഞ് ബാച്ചലർ ലൈഫ് കഴിയും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും അടിപൊളിയാവട്ടെ അല്ലേ. ബൈ. ഇനി ലിനു വീട്ടിലേക്ക് പോട്ടെ. ലിനുവിനെ ഇവിടെ നിർത്തി ശരിയാവില്ല. ലിനു പിന്നെ വലിയ കയറി ഇവിടെ തന്നെ നിൽക്കും. ലിനുവിനെ നമ്മൾ പറഞ്ഞയക്കട്ടെ കേട്ടോ, വീട്ടിലേക്ക് പറഞ്ഞയക്കട്ടെ. ബൈ. അപ്പോൾ നമ്മുടെ പള്ളി ഇവിടെയാണ്. മറ്റന്നാൾ ഞായറാഴ്ച പെരുന്നാളെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം. ചെറിയ ഹാളാണ്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോവാണ്, ടാറ്റ പോവാണ്. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടി കളറായില്ലേ? അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എൻ്റെ മേക്കപ്പ് കണ്ടിട്ട് എല്ലാവരും നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സെറ്റായി, ഇട്ടിട്ട് മുതലായല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇനി അടുത്തത് നാളെ ലിനുവിന്റെ ലിനുവിന്റെ മധുരം വെപ്പാണ്. ഇനി നമുക്ക് ആ പ്രോഗ്രാമിന് കാണാം കേട്ടോ. പരിപാടിക്ക് ശേഷം
ഈ വീഡിയോ എൻഡ് ചെയ്യാന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. പേര് പറഞ്ഞത് നിംഷ. ഭയങ്കര സിംഗറാണ്. നമ്മുടെ ആലപ്പുഴയുടെ കേരളത്തിന്റെ കേരളത്തിന്റെ ഒരു അഭിമാനമായ ഒരു സിംഗറാണ്. പാട്ട് പാടിണ്ടായിരുന്നു ബാച്ചിലർ പാർട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല അടിപൊളി സിംഗർ കേട്ടോ. ഞാൻ മറ്റേ പാട്ട് പാടിയല്ലേ, മറ്റേ ജൂണിലെ പാട്ട് പാടിയതല്ലേ. ഞാൻ സത്യം പറയട്ടെ, ഞാനത് മേക്കപ്പ് ചെയ്യുമ്പോൾ പാട്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒറിജിനലാണെന്നാണ് വിചാരിച്ചത്. സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കഴിവുള്ള കലാകാരിയാണ്. നമുക്ക് മലപ്പുറത്തേക്ക് വിളിക്കേണ്ടതാണ് എല്ലാവരും. ഞാൻ ഓൾറെഡി വന്നിട്ടാണ്. അപ്പോൾ നമ്മളിനി അത് കഴിഞ്ഞിട്ട് നമ്മള് ആലപ്പുഴ ബീച്ച് ഫുഡ് കഴിച്ചിട്ട് നേരെ ആലപ്പുഴ ബീച്ചിൽ പോവാണ്. ഞങ്ങൾ ഇപ്പോഴാണ് ഫ്രീ ആയത്. ശിവചേട്ടന്റെ മധുരം വെപ്പായിരുന്നു. അപ്പൊ സ്നേഹം പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്തിട്ട് മേക്കപ്പ് കൂടി കളയാൻ നിന്നാ പിന്നെ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് സാരി അവിടെ പിന്നെ വേഗം വലിച്ചു വാരി വിട്ട് കളഞ്ഞു പോരുകയാണ് ചെയ്തത്. ഇനിയിപ്പോ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങള് നേരെ ആലപ്പി ബീച്ചിലേക്ക് രാത്രി. അതെ അതെ, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കഴിക്കുക. കുറെ നേരം ഉണ്ടാവില്ലേ? അവിടെ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കൽബ് മൂവി ഷൂട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പൊ ഞങ്ങൾക്ക് ഫീൽ ചെയ്തൊരു പടമാണ്. ഞങ്ങൾക്ക് ആ ലൊക്കേഷൻ കാണാൻ പറഞ്ഞാൽ ആലപ്പുഴക്കാരിയാണ്. പിന്നെ നമ്മുടെ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ കാണാറുണ്ട് ഇടയ്ക്ക്. അപ്പോ അത് ആ ഷൂട്ടിന്റെ സ്ഥലമൊക്കെ ഒന്ന് കണ്ട് നമുക്ക് ഓർമ്മകളൊക്കെ നയവർക്കല്ലേ. കുറച്ച് സങ്കടപ്പെട്ട് കരച്ചിലൊക്കെ കാരണിട്ട് വരാം. ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടോ. ഫോട്ടോ അല്ല, വീഡിയോ. എന്റെ മേക്കപ്പ് മേക്കപ്പും ഇത് ഡ്രസ് ഇട്ട് നല്ല രസമുണ്ടായില്ലേ? അപ്പൊ ഇവിടുന്ന് നമ്മളൊരു ആപ്പിൾ ഷെയ്ക്കാണ് കുടിക്കുന്നത്. അപ്പോൾ ഷെയ്ക്ക് കുടിക്കാണ്. ബീൻസ് ഉണ്ട് അവിടെ, നമ്മുടെ മലിക്കുണ്ട്. ഉത്തരവാദി മലിക് ഒന്നല്ല, ജസ്റ്റ് പറഞ്ഞത്. പിന്നെ നമ്മുടെ നവാസ് ബ്രോ ഉണ്ട്, വീണു ബ്രോ ഉണ്ട്. എന്താ കുടിക്കണേ? ഞാനിത് മറ്റേ ഡേറ്റ്സിന്റെ ഷേക്ക്, മധുരം ഇല്ലാത്തത്. മധുരം പണ്ടേ ഇഷ്ടമല്ല, അതുകൊണ്ട് മധുരം ഇല്ലാത്ത ഡേറ്റ്സിന്റെ ഷേക്ക്. ഐസ്ക്രീം ഐസ്ക്രീമിന്റെ മധുരമാണ്, ഡേറ്റ്സിന് മധുരം ഇടത്തില്ല. നിങ്ങളൊന്ന് ഞാൻ ശരിക്കും കാണിക്കാൻ വേണ്ടി കാണിക്കാം. എല്ലാത്തിനും ഉത്തരവാദി പേരാണ് നമ്മുടെ മണവാളൻ. നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. സായി സിജോ നിഷ ഫുഡ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് സായി ഇവിടെ ഇത് പൊട്ടിക്കുകയാണ്. ഇത് ജ്യൂസാണ് കേട്ടോ, ജ്യൂസ്. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് റിസോർട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഒരു നൈറ്റ് വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. എന്ത് ഗ്രേപ്പല്ലേ? ബ്ലൂ ടീ 0. എന്തെങ്കിലും ടേസ്റ്റ് ഇല്ലേ? ഓരോ ഫ്ലേവർ വാങ്ങിക്കോളും, നന്നല്ലാത്ത. പിന്നെ ഇവിടെ നല്ല അടിപൊളി രസമുണ്ട്. അയ്യോ, ഇവിടെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ഇവിടെ ഉണ്ണീസുണ്ട്. പഗോഡ റിസോർട്ട്. ഇവിടെയെല്ലാം നമ്മൾ നിൽക്കുന്നത്, നേരത്തെ പറഞ്ഞപ്പോൾ ഈ ബിൽഡിങ്ങിലെല്ലാം നമ്മളൊരു സ്വന്തമായിട്ടൊരു കോട്ടേജിലാണ് നിൽക്കുന്നത്. ഹാപ്പി എക്സ്പ്രസ്, ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ കുറച്ച് ലവ് ബേർഡ്സൊക്കെ ഉണ്ട്. ഉറങ്ങുന്നില്ല, ഫുള്ള് പച്ചപ്പാണ്, പച്ചപ്പ്. അപ്പോൾ നമ്മൾ റിസോർട്ടിലേക്ക് എത്താനായി. ഏതാണ് റിസോർട്ട്? ഏതാ റൂം? അപ്പുറത്താണ്. 207 ആണ്.
ഞങ്ങൾ നേരത്തെ വേറെ മാറി കയറി വേറൊരു കോട്ടേജിൽ പോകാൻ നിൽക്കുമായിരുന്നു. അതാ നമ്മുടെ റിസോർട്ട്, നമ്മുടെ റൂമെത്തി.